ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ച പൂജാരിമാർക്കും സിഖ് ആരാധനാലയങ്ങളിലെ ഗ്രന്ഥികൾക്കുമുള്ള ഇനാം നോക്കുക. 18,000 രൂപ വീതമുള്ള ആ തുക ബുദ്ധ ജൈന ആരാധനാലയങ്ങളിലുള്ളവർക്ക് കിട്ടുന്നില്ല. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട് ഡൽഹിയിൽ. അവിടെയുള്ള പുരോഹിതർക്കും ഈ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. 81.25% വരുന്ന ഹൈന്ദവ വോട്ടുകൾ, 3.25% വരുന്ന സിഖ് വോട്ടുകൾ, ഇത് രണ്ടും ലക്ഷ്യമിട്ടാണ് കെജ്രിവാളിന്റെ പാർട്ടി ഈ പ്രഖ്യാപനം നടത്തിയത്. 10 വർഷവും 48 ദിവസവും ഡൽഹി ഭരിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. അതിൽ 9.25 വർഷവും കെജ്രിവാളായിരുന്നു മുഖ്യമന്ത്രി. ഇക്കാലത്തൊന്നും എന്തുകൊണ്ട് പൂജാരിമാർക്കുള്ള 18,000 രൂപയുടെ മാസശമ്പളം നടപ്പാക്കിയില്ല? പ്രചാരണം അവസാനിക്കാൻ 5 ദിവസം മാത്രമുള്ളപ്പോഴായിരുന്നു പൂജാരിമാർക്കുള്ള ഇനാം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ അതൊരു പുതിയ ആവശ്യവുമായിരുന്നില്ല. മുസ്ലിം പുരോഹിതർക്ക് മാസം 10,000 രൂപ വീതം നൽകിയിരുന്ന തുക 18,000 ആയി വർദ്ധിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. 2020 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു ആ പ്രഖ്യാപനം. കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ സീറ്റുകൾ കൂടി അതോടെ ആം ആദ്മി പാർട്ടി നേടി.